ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഫിഷ് മോളി ആയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും മീനാണ് ഞാൻ ഫിഷ് മോളിക്ക് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് ഐക്കോറയാണ്. ആദ്യമേ നമുക്ക് ഇച്ചിരി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി മസാല മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരുപാട് മസാലയൊന്നും വേണ്ട, ഒരു ഇച്ചിരി മസാല നമ്മളൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യാനുള്ള മസാല മതി. അപ്പോൾ അതിലേക്കൊന്ന് തേച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂടായ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനിയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കണേ. ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും അപ്പുറത്തെ സൈഡ് 3 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഓഫാക്കാം. ഒന്നും കൂടി നമ്മൾ കറിയിലിട്ട് നന്നായിട്ട് വേവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കുന്നത്. ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത മീനിൻ്റെ ബാക്കി എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഒരു 2-3 ഏലക്കായ, ഇച്ചിരി ഗ്രാമ്പൂവും, ഒരു 2 ഗ്രാമ്പൂ, ഇച്ചിരി കറുവപ്പട്ട, ഇത് നമുക്കിന്നിട്ട് വഴറ്റാം. 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റാം. ഇനി ഒരു 6 വെള്ളുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഒരു സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഇനി ഇച്ചിരി കറിവേപ്പില, നന്നായിട്ട് വഴറ്റാം. നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനിയൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇനി ഞാനൊരു നുള്ള് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഇതിനി ഒന്ന് വഴറ്റാം. ഈ ഒരു പരുവാകുമ്പം നമ്മളിനി നമ്മുടെ 1-ാം പാൽ അവിടെ മാറ്റി വെച്ചിട്ട് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മൾ ഇതുവരെയും ഉപ്പ് ചേർത്തില്ല. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ, അപ്പോൾ അതിൽ ലേശം ഉപ്പ് പുരട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർക്കണം. ഇനി നമുക്ക് ഈ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ. ഇനിയും ഒരു തക്കാളി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, നിർബന്ധം ഉണ്ടായിട്ട് ഇട്ട് കൊടുക്കുന്നതല്ല. എന്നിട്ട് നമ്മൾ പഴയ പോലെ തന്നെ ചട്ടി വീണ്ടും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമ്മൾ സ്പൂണോ കയ്യിലോ ഒന്നും ഇട്ട് ഇളക്കാൻ പാടില്ല, മീനെല്ലാം പൊടിഞ്ഞു പോകും. പുളിക്ക് വേണ്ടി ഞാനിവിടെ ഒഴിക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. വിനീഗർ വേണമെങ്കിൽ ഒഴിക്കാം, നമുക്ക് ഏതാണോ ഇഷ്ടം അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ചട്ടി ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ, എല്ലാ സൈഡിലും ആവാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മളിതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ നോക്കിയപ്പം എല്ലാം പാകത്തിനുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒന്നാം പാലാണ് ഈ ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധിക നേരം തിളയ്ക്കാൻ പാടില്ല. ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് എരിവിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എരിവ് ഒത്തിരി വേണമെന്നുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ചട്ടി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചുറ്റിക്കണം. ഈ കുരുമുളക് പൊടിയൊക്കെ എല്ലായിടത്തേക്കും ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിക്കുക. ഇനിയും തിളയ്ക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സ്വാദാണ്. ഒരു ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ വെള്ളപ്പത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇതുപോലെ ഒരു ഇച്ചിരി ചാറുണ്ടായാൽ മാത്രം മതി, അത്ര ടേസ്റ്റാണ്. അപ്പം നിങ്ങളും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്യണേ. താങ്ക് യു.